എത്രയും പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ നെയ്യാറ്റിങ്കര സമൻ, ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിക്കാൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ പങ്കുചേരാൻ എത്തിയിട്ടുള്ള എൻ്റെ എത്രയും ബഹുമാന്യരായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, രാജ്യമെന്ന ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുകയാണ്. ഇന്ദിരാജിയുടെ പ്രോജ്വലമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. APCC ഓഫീസിൽ വെച്ച് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാനായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ തന്നെയാണ് എല്ലാ വർഷങ്ങളും നടത്താറ്. പക്ഷേ ഇന്നത്തെ ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദിനമായിട്ട് കൂടി ആചരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിപുലമായിട്ടൂടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ നാട് കണ്ട എക്കാലത്തെയും ഏറ്റവും കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രി ആയിരുന്ന ഉരുക്കു വരുത്തിയായ ഇന്ദിരാജിയെ നമ്മളൊക്കെ തന്നെ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ വളർച്ചയിൽ, നമ്മുടെ നാട്ടിൻ്റെ ഇന്നത്തെ പുരോഗതിയിൽ അതിനിർണായകമായി പങ്കുവഹിച്ച ക്രാന്തദർശിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട മകൾ ഈ രാജ്യത്തെ ഉന്നത കണ്ടിൽ കൈപിടിച്ചു കൊണ്ടുപോയ കഥ നമ്മുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഒരിക്കലും വെട്ടി മാറ്റാനാകാത്ത ഒരു ചരിത്രമാണ്. ആ ഇന്ദിരാജി അധികാരം ഏറ്റെടുത്ത അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളിത് വിലയിരുത്തണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാരോടും അതോടൊപ്പം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരോടും നാട്ടുകാരോടും പറയാനുള്ളത്. കാറ്റും കോടും നിറഞ്ഞ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിലാണ് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത്. രാഷ്ട്രത്തിന്റെ നൗകയെ എങ്ങനെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതായിരുന്നു അവരുടെ മുമ്പിലെല്ലാം ഏറ്റവും വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെക്കുറിച്ച് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യ രാജ്യം അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച്, കഷ്ടപ്പാടിനെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടൊരു കാലഘട്ടമായിരുന്നു ആ 1960കളുടെ രണ്ടാം പാദം എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കാലത്ത് ഭക്ഷണം കിട്ടാൻ ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് മാർഗമുണ്ടായിരുന്നില്ല. TL 480 അതിനാശ്രയിച്ചുകൊണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ തന്നെ ഗോതമ്പും അരിയുമൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്ത കാലമായിരുന്നു ആ കാലം. ഇന്ത്യയെ നോക്കിക്കൊണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ശരങ്ങളായിരുന്നു അന്ന് എതിർത്തത്. പക്ഷെ ഇന്ദിരാഗാന്ധി നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോയി ആ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യം ഭക്ഷ്യകാര്യത്തിൽ സ്വയം പര്യാപ്തം നേടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബഹുമതി പരിപൂർണമായിട്ടും ഇന്ദിരാഗാന്ധിക്ക് അവകാശപ്പെട്ടതാണെന്ന് അഭിമാന പുരസ്സരം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ അന്ന് എടുത്ത തീരുമാനം മറക്കാൻ സാധ്യമല്ല. അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്നു എക്കാലത്തെയും പ്രശസ്തനായ ശ്രീമാൻ C. സുബ്രഹ്മണ്യൻ, അതുപോലെ മലയാളിയായ മങ്കമ്പുകാരനായ ഡോക്ടർ MS. സ്വാമിനാഥൻ എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള കാർഷിക ശാസ്ത്രജ്ഞൻ. ഇതൊരു അസാധാരണമായ കൂട്ടുകെട്ടായിരുന്നു. ഈ ഒരു ഐക്യം, ഈ ഒരു കൂട്ടുകെട്ട്
അതിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഉണ്ടായതൊരു മഹാവിപ്ലവമാണ്. ലോകത്തെവിടെയും ഒരു രാജ്യത്തിനും ഇന്നുവരെ അത്തരമൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചില്ല. അതിന്റെ പേരാണ് ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം. ആ ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിന്ന് ഭക്ഷ്യ സുരക്ഷിത നിയമം പാസാക്കാൻ സാധിച്ചത്. ഈ രാജ്യത്ത് എല്ലാ ആളുകളും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മരിക്കാൻ പാടില്ല. രണ്ടു നേരത്തെ ഭക്ഷണം പുറത്താക്കിക്കൊണ്ട് വിശന്ന വയറുമായിട്ടാണ് പോകേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷിതത്തെ കൈപിടിച്ചുകൊണ്ട് ഭരിക്കുന്ന ആ ഇന്ദിരാഗാന്ധിയെ ഞാൻ ആദരപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ദിരാജിയുടെ ഭരണരംഗത്തെ വൻപിച്ച പരിഷ്കാരങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ബാങ്കുകളുടെ ദേശവൽക്കരണം, രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് പിൻവലിച്ച സംഭവങ്ങൾ, അയൽ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ഒലിയാത്ത ബന്ധം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയെ അമ്പിളിമാമനോട് ഉയരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക പാറിപ്പറപ്പിക്കാൻ വേണ്ടി സഹായിച്ച സാഹചര്യം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പതാക പാറാൻ സഹായിച്ച ആ സാഹചര്യമൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർക്ക് അഭൂതപൂർവമായ നേട്ടമാണ് ആ കാലഘട്ടത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചത്. തന്റെ പ്രിയപ്പെട്ട പിതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സയന്റിഫിക് ടെമ്പർ, ആ സയന്റിഫിക് ടെമ്പർ എന്ന ആശയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ആ ശാസ്ത്രാവബോധത്തോടെ ഇന്ത്യയിലെ ജനങ്ങളെ വിസ്മയിപ്പിച്ച നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. ആണവരംഗത്ത് ആണവശക്തി മാനവരാശിയുടെ ഒരിക്കൽ പോലും നാശത്തിന് വേണ്ടിയിട്ടല്ല, അത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ആണവശക്തി ഉപയോഗിക്കാൻ വേണ്ടി അവർ എടുത്ത സമാധാനത്തിന് വേണ്ടി ആ ശക്തി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരെടുത്ത തീരുമാനങ്ങൾ, എത്ര തീരുമാനങ്ങൾ അവർ കൈക്കൊള്ളുകയുണ്ടായി. ഇതുപോലെ പട്ടിണി പാവങ്ങളോട് കരുണ കാണിച്ച, അവരുമായിട്ട് ആത്മബന്ധം കാണിച്ച, അവശ്യ ദുർബല വിഭാഗത്തിൽപ്പെട്ട ദളിതന്മാരോട് എന്നതില്ലാത്ത പ്രതിബദ്ധത കാണിച്ച എത്ര ഭരണാധികാരികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു നഷ്ടമായ ചരിത്രത്തിന്റെ ഉടമയാണ് ഇന്ന് നമ്മൾ ഇന്ദിരാജിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ആ ഇന്ദിരാജി ഈ നാട്ടിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാനുള്ള ധീരമായ പോരാട്ടമായിട്ടാണ് മുന്നോട്ട് പോയത്. അവസാനം തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയിട്ട് ഈ മണ്ണിൽ രക്തം ചെറിഞ്ഞു മരിച്ച രക്തസാക്ഷിയാണ് പ്രിയങ്കരിയായ ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയുടെ നാമധേയം എന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ അനശ്വരമായിട്ട് നിൽക്കും. ആ ഇന്ദിരാഗാന്ധി അനുസ്മരിക്കാതെ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നു. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഈ രാജ്യത്തെ കൃഷിക്കാരെ, അവസരങ്ങളെ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമരം നടത്തുന്നത്. ആ സമരം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കണം, 1943 കാലഘട്ടം, അന്നാണ് ബംഗാൾ ക്ഷാമം ഉണ്ടായത്. ആ ബംഗാൾ ക്ഷാമത്തിൽ മരിച്ചുപോയത് ആയിരങ്ങളല്ല, ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയത് കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം പട്ടിണി, ദാരിദ്ര്യം എന്നതില്ലാത്ത അധസ്ഥിതമായ അവസ്ഥ അതായിരുന്നു ഇന്ത്യയുടെ അന്തർദേശ ചിത്രം. ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ വളർന്നു വന്നെന്ന കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തെ കൈപിടിച്ചുകൊണ്ടുപോയ ആ ഇന്ദിരാഗാന്ധി കൃഷിക്കാരോടും കാർഷിക രംഗത്തോടും കാണിച്ച ആ ഒരു സമീപനം ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 4 കൊല്ലം മുമ്പ് അധികാരത്ത് വന്ന ഗവൺമെന്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാനമായും അവരൊരു നിയമം കൊണ്ടുവരികയുണ്ടായി. ഈ രാജ്യത്തെ കാർഷിക നിയമങ്ങൾക്ക് എല്ലാം തന്നെ ആ പരിഷ്കാരങ്ങൾക്കൊക്കെ തന്നെ അവധി പറഞ്ഞുകൊണ്ട് അവർ ഈ രാജ്യത്തെ 2-3 നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഡ്രാഫ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞ നിയമങ്ങൾ, കരു നിയമങ്ങൾ. ആ നിയമങ്ങളുടെ അടിസ്ഥാനം എന്താണ്? കരാർ കൃഷി, കോർപ്പറേറ്റ് വൽക്കരണമാണ്
ഈ ബില്ലുകളെ വെട്ടിച്ചെടുക്കും. കോർപ്പറേറ്റുകൾക്ക് കർഷകരെ വിളിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ ബില്ലെന്ന് ആ 3 ബില്ലുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും സംഘടിപ്പിച്ച പരിപാടികളിൽ ആ ബില്ലിന്റെ വിശദാംശങ്ങളെ കുറിച്ചൊക്കെ തന്നെ പലവട്ടം സംസാരിച്ചു. ഞാൻ ഇവിടെ വെച്ച് ഞാൻ ആ കാര്യം സംസാരിച്ചതാണ്. കർഷകൻ ഏത് കൃഷി എടുക്കണം, എങ്ങനെ കൃഷി എടുക്കണം, അവർക്ക് എത്രമാത്രം ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതാര് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ബില്ലിൽ സൂക്ഷ്മമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കരാർ കൃഷി നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം, എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് അറിയാം. ദക്ഷിണ അമേരിക്കയിൽ അത് പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. അത് കൃഷിക്കാരെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് പണയപ്പെടുത്തുകയും അടിമപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യവസ്ഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ വ്യവസ്ഥ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. കർഷകന് മരണക്കെണി ഒരുക്കുന്നതാണ് ഈ നിയമമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെങ്ങനെയാണ് പാസ്സാക്കിയത്? പാർലമെന്റ് നടപടിക്രമമുണ്ട്. അതെത്രയോ വർഷക്കാലമായി നാം നടത്തിക്കുന്ന ആ ജനാധിപത്യത്തിന്റെ അഹിതമായ പാരമ്പര്യമാണ്. പണ്ഡിറ്റ്ജിയുടെ കാലത്തൊട്ട് നമ്മൾ അങ്ങനെയാണ് അത്തരം ഒരു നിലപാടുമെടുത്തുകൊണ്ട് പോയത്. പാർലമെന്റിനെ പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഫെഡറൽ സംവിധാന തത്വങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര വരെ മുന്നോട്ട് പോയത്. പക്ഷെ ആ തത്വങ്ങൾക്ക് ഇന്ത്യയിൽ പ്രസക്തിയില്ല. നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് തച്ചുകൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് അധികാരത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തോട് മാത്രമല്ല കൂറില്ലാത്തത്, ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഓരോന്നോരോന്നായി ഇവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ ബാങ്കുകളെ എല്ലാം തകർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ രാജ്യത്തെ സാഹചര്യം എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ പാർലമെന്റ് നോക്കുകുത്തിയായിക്കൊണ്ടാണ് ഈ തരം കരിനിയമം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ, വർഷകാല സമ്മേളനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ പാസാക്കിയത്. ലോക്സഭയിൽ അവർക്ക് വർഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അനായാസനെ പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ആ നിയമം അവർക്ക് പാസാക്കിയെടുക്കാൻ സാധിച്ചത്. രാജ്യസഭയിൽ വന്നപ്പോൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷം പ്രതിരോധം ഏർപ്പെടുത്തേണ്ടായി. അവർ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാത്തിനും അറിയാമായിരുന്നു. പക്ഷെ സംഭവിച്ചെന്താണ്? സ്പീക്കർ അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ചുകൊണ്ട്, രാജ്യസഭയുടെ ചെയർമാന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മെമ്പർമാരുടെ പരമാധികാരം ആയ വോട്ടെടുപ്പ് വേണമെന്ന് പോലും അംഗീകരിക്കാതെ അത്തരമൊരു നടപടി അവർ സ്വീകരിച്ചെന്ന കാര്യവും നമുക്ക് അറിയാവുന്നതാണ്. മാർഷൽമാർ ശാരീരികമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മെമ്പർമാരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയെന്ന കാര്യവും ഈ നാട് കണ്ടതാണ്. കൃഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ കോവിഡ് മഹാമാരി കാലത്ത് പട്ടിണി കിടന്നുകൊണ്ട് ഒരാളും ഇന്ത്യ രാജ്യത്ത് ഭരിക്കാൻ ഇടയാക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടെങ്കിൽ ഈ രാജ്യത്തെ കൃഷിക്കാരുണ്ടാക്കിയ രാജ്യത്തിന്റെ അവരുടെ വിലയിരുപ്പിന്റെ ഫലമായിട്ട് റെക്കോർഡ് വിളവ് ഈ രാജ്യത്ത് ഈ വർഷം നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് അതിന്റെ കാര്യം മാർക്കേണ്ടത്. ആ കർഷകന്മാരെ മറന്നുകൊണ്ടാണ് നരേന്ദ്രമോദിയും ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരമൊരു ദിവസം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കർഷക അധികാര ദിവസമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ആ കൃഷിക്കാരുടെ ഒപ്പം എങ്ങുന്നുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. ആ കൃഷിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. 72,000 കോടി രൂപ ഈ രാജ്യത്തെ കൃഷിക്കാരുടെ കർഷകടങ്ങൾ എഴുതിത്തള്ളിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പാർട്ടി ഇന്ത്യ രാജ്യത്തെ അധികാരത്തിൽ പോയ ശേഷം കൃഷിക്കാർ മാത്രമല്ല, ജീവിതത്തിന് സമസ്ത മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രൂപത്തിൽ അത്രയേറെ വിപുലമാണ് എന്ന കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയാവുന്ന കാര്യമാണ്. വിശദമായി ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ അറിയിക്കില്ല. ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നരേന്ദ്രമോദിയും കൂട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന സഭകളെ തുറന്നു കാട്ടാൻ പ്രിയങ്കരിയായ ശ്രീമതി സോണിയാഗാന്ധി അതോടൊപ്പം രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമര പോരാട്ടങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്.
കൃഷിക്കാരെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. എങ്ങനെയാണോ നരേന്ദ്രമോദി കോർപ്പറേറ്റുകൾ ആലോചിക്കുന്നത്, അതേ സമീപനമാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുമെടുത്തുകൊണ്ട് പോകുന്നത്. അതിൽ കർഷകന്മാരോട് പ്രതിബദ്ധതയില്ല. നമ്മുടെ 2 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 18,000 കോടി രൂപയാണ് കാർഷിക രംഗത്ത് പ്രളയം കൊണ്ട് മാത്രം നഷ്ടമുണ്ടായത്. 18,000 കോടി രൂപ. ആ 18,000 കോടി രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിച്ചോ? ഒരു കാശ് പോലെ നഷ്ടപരിഹാരം കൃഷിക്കാർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഇന്ന് കേരളത്തിലെ കാർഷിക രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് നാളികേര കൃഷിക്കാരാകട്ടെ, അല്ലെങ്കിൽ റബ്ബർ കൃഷിക്കാരാകട്ടെ, അല്ലെങ്കിൽ മറ്റ് നെല്ല് കൃഷിക്കാരാകട്ടെ, കൃഷിക്കാരൊക്കെ തന്നെ കണ്ണീരും കൈയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കാനും പറയാനും സാധിക്കാത്ത അവസ്ഥയിൽ അവർ നട്ടംതിരിക്കുകയാണ്. കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ അവർ നട്ടംതിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണ്ടേ? ആ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കൃഷിക്കാരുടെ പേരിൽ വിലപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കാർഷിക രംഗത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി അധികാരത്തിൽ വന്നത്. ഇപ്പോൾ എന്തുണ്ടായി? കൃഷിക്കാർക്ക് താങ്ങുവിലയില്ല, കൃഷിക്കാർക്ക് മറ്റാനുകൂല്യങ്ങളില്ല. അവർ കഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ട് ആ കൃഷിക്കാരുടെ മുന്നിൽ മുതൽക്കടി ഒഴിച്ച് മോഡിക്കാൻ യാതൊരു ഗുണത്വമില്ലാത്ത അവസ്ഥയിലാണ് രാജ്യം എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 62 കോടിയിലേറെ വരുന്ന കൃഷിക്കാർ ഇത് സമരമുഖത്താണ്. അവർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തെന്നില്ലാത്ത രോഷത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് ആയിക്കൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയ പരിഗണനകളില്ലാത്തത് മറന്നുകൊണ്ടാണ് അവർ ഒന്നിച്ചണിനിർന്നിരിക്കുന്നത്. ആ ആവേശം പകർന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നത്. സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഈ രാജ്യത്തെ കൃഷിക്കാർക്ക് വേണ്ടി സമരം ചെയ്ത പാർട്ടി കോൺഗ്രസ് ആണ്. ഗാന്ധിജിയുടെ കാലം, നെഹ്റുവിന്റെ കാലം നമുക്ക് വിസ്മരിക്കാൻ സാധിച്ചില്ല. ആ സമരമുഖങ്ങളിലൊക്കെ തന്നെ അവർ ഉയർന്നുന്ന കാര്യം നമുക്കറിയാം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ ചരമദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന കാര്യം നമ്മൾ അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ആ വല്ലഭായ് പട്ടേൽ അദ്ദേഹം ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം മുന്നോട്ട് പോയിട്ടുള്ള മനുഷ്യനാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, കേരളയിലെ കൃഷിക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗാന്ധിജി പോയപ്പോൾ ആ ഗാന്ധിജിയുടെ വലങ്കൈയായിരുന്ന ഒരു മഹാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ കാര്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. കൃഷിഭൂമി കൃഷിക്കാരുടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ പ്രസ്ഥാന കാലത്ത് തന്നെ ഉജ്ജ്വലമായ നിലപാടെടുക്കുകയും പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജമീന്ദാരി സമ്പ്രദായം അവസാനിപ്പിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഭൂപരിഷ്കരണം നടപ്പാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ രാജ്യത്തെ കൃഷിക്കാരുടെ ജീവിതത്തിൽ വസന്തത്തിന്റെ എരിവിളക്കമുണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ കൃഷിക്കാരോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ നടത്തുന്ന സമരം കോൺഗ്രസ് ഉണ്ട്. അത് ഈ രാജ്യത്തെ വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യത്തെ കർഷക രക്ഷകളോടൊപ്പം ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തിയെടുത്ത നാട്ടിൽ നട്ടലായ കൃഷിക്കാരോടൊപ്പം നമ്മൾ ബലിയർപ്പിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് മഹാനായ ദീർഘദർശിത്വമുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ അമരക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്, നമുക്ക് എന്തിനു വേണ്ടിയും കാത്തിരിക്കാം, കൃഷിയുടെ കാര്യത്തിൽ കാത്തിരിപ്പ് അസാധ്യമാണ് എന്ന് പറഞ്ഞ മഹാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. We can wait for everything but agriculture എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ആ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട മകൾ ഇന്ദിരാഗാന്ധിയാണ് കാർഷിക രംഗത്ത് എത്രയും വൻപിച്ച വിപ്ലവത്തെ തുടക്കം കുറിച്ചുകൊണ്ട് ആ കാർഷിക രംഗം ഇന്ന് നാം കാണുന്ന അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ത്യയാക്കാൻ വേണ്ടിയ ശ്രമത്തിൽ അവരാണ് ഈ മഹാവിപ്ലവ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് എന്ന കാര്യം ഞാൻ അനുസ്മരിക്കുന്നു. ആ ലോകാരാധ്യായ ഇന്ദിരാജിയുടെ പാവനമായ ഓർമ്മയ്ക്കുമ്പോൾ ഒരിക്കൽ കൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നമിക്കുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരം അർപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ ഈ പരിപാടി ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.